എന്നാൽ ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തെയും അതുപോലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഇസ്രായേലിനും നേരെയുള്ള യമനിലെ ഹൂതികളുടെ ആക്രമണങ്ങളുടെ പേരിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. പക്ഷേ ഇറാനുമായുള്ള ആണവ ചർച്ച എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യം നിലവിൽ വ്യക്തമല്ല. ഈ സാഹചര്യത്തിനിടയിൽ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിനിടെ ട്രംപ് ഇറാനെ മേഖലയിലെ ഏറ്റവും വിനാശകരമായ ശക്തി എന്ന് വിളിക്കുകയും അതുപോലെ അവർക്ക് ഒരിക്കലും ആണവായുധങ്ങൾ നേടാൻ അനുവദിക്കില്ലെന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് സൗദി അറേബ്യ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി ആമിർ ഫൈസൽ ബിൻ ഫർഹാൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകളിൽ നിന്ന് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കിടയിൽ വാഷിംഗ്ടണും റിയാദും തമ്മിലുള്ള പ്രതിരോധ സഹകരണം സൗദിയെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. റിയാദിൽ ഗൾഫ് US ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു സൗദി വിദേശമന്ത്രിയുടെ ഈ പ്രസ്താവന.